ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവരെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. അതിജീവിത ഇപ്പോഴും പറയുന്നു ഗൂഢാലോചനയുണ്ട്. കേരള സമൂഹത്തിനും അക്കാര്യത്തിൽ അവരുടെ ഒരു മനസാക്ഷിയിൽ ഒരു തോന്നലുണ്ട്. കാരണം ഇതുപോലൊരു കൊട്ടേഷൻ ഒക്കെ കൊടുത്ത് ഒരു വലിയ ക്രിമിനൽ സംഭവം നടന്നിരിക്കുന്നു. കൊട്ടേഷനാണെന്ന് അതിജീവിത പറയുന്നു. അപ്പോൾ ആ ഗൂഢാലോചന തെളിയണം. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിനും പോലീസിനും കോടതിക്ക് പോലും അതിനകത്ത് കടമയുണ്ട്. കാരണം നമ്മളൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീപക്ഷ നിലപാടുള്ളവരാണെന്നാണ്. അപ്പോൾ ആ നിലപാടുള്ളവർ വേറെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഏതായാലും 2-3 ഡ്രൈവർമാർ കൂടിച്ചേർന്ന് അങ്ങനെ ഇതുപോലൊരു ആക്ട്രസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാന്നൊക്കെ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ പോലും ലോകത്ത് പോലും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസാക്ഷി അതിജീവിതയുടെ കൂടാണ്. അപ്പോൾ ഇതിന്റെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ സർക്കാർ തെളിയിക്കട്ടെ. കോടതി തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ. ഈ അന്വേഷണത്തിലോ അതോടൊപ്പം തന്നെ വിചാരണക്കിടയിലൊക്കെ പലതരത്തിൽ അട്ടിമറികൾ നടന്നു എന്നൊക്കെ പറയുന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ അതിജീവിതയ്ക്കൊപ്പം നിന്നതാണ്. ദിലീപിനോട് പറഞ്ഞത് ദിലീപിന്റെ സത്യം തെളിയിക്കൂ, നിയമത്തിന്റെ മുന്നിൽ സത്യം തെളിയിക്കൂ. അയാളത് തെളിയിച്ചു. അട്ടിമറി നടന്നു എന്ന് പറയുമ്പോൾ ഈ കോടതിയെ പറ്റിയൊക്കെ ഒത്തിരി ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ എന്താ പറയുക, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അതിജീവിത തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ കോടതികളുണ്ടല്ലോ വേറെയും, അവർ തീരുമാനിക്കട്ടെ. ഒത്തിരി ആരോപണം വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ നിന്നൊരു മേൽക്കോടതി പറഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യത ഉണ്ടാകും എന്നുള്ളത് അതൊരു സത്യമാണ്. കാരണം അത്രമാത്രം ആരോപണം നമ്മൾ കേൾക്കാത്ത രീതിയിൽ കോടതിയെ പറ്റി സത്യമാണെന്നൊന്നും നമുക്കറിയില്ല, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരട്ടെ. ഒരു മേൽക്കോടതി കുറച്ചുകൂടെ വിശ്വാസ്യതയാകും. അക്കാര്യം അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തമാക്കിയത് പൂർണ്ണമായിട്ടും സമൂഹത്തിന് ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിലെന്തോ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ടെന്നോ പണത്തിന്റെ സ്വാധീനമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദിലീപ് കുറ്റവിമുക്ത അല്ല, നമ്മൾ നിയമത്തെ ആദരിക്കുന്ന, നീതി സംവിധാനത്തെ ആദരിക്കുന്ന സമൂഹമാണ്. അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇയാൾ കുറ്റവിമുക്തനാണ്. നമ്മളത് ആദരിച്ചേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമല്ലോ. അത് തെളിയിക്കാനായിട്ട് ബാധ്യതയുണ്ടല്ലോ. സർക്കാർ എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്, ഇതൊരു വലിയ കൊട്ടേഷനായിരുന്നു എന്ന് ശക്തിയുക്തം പറഞ്ഞവരാണ്. അവർക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടെന്നല്ലാതെ പിന്നെ കാശിന്റെയും എന്താ പറയാ അവരുടെ പിടിപാടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇതും അതുമായിട്ടൊന്നും ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വീട്ടിൽ നിന്ന് പോലും കെട്ടുകണക്കിന് നോട്ടെടുത്തിട്ട് അതിന്റെ ഇംപീച്ച്മെന്റ് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമാ സംഘടനകള് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.